മുഖ്യമന്ത്രി വി ഡി സതീശനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും ഒക്കെ ഉണർന്ന് കണ്ണു തുറന്നേ മതിയാകൂ. ഇല്ലെങ്കിൽ വരുന്ന തലമുറയെ കാവി പുതക്കുന്ന കേരളത്തിന്റെ വിസിമാർ ഗവർണറെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ എന്ന ഭാവത്തിലാണ് കേരളത്തിലെ സർവകലാശാലയിൽ ഇവർ ഇപ്പോൾ പണിയെടുക്കുന്നത്. കേരളത്തിന്റെ പൊതുബോധത്തെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് അതീവ ഗുരുതരമായ ഒരു വാർത്ത പുറത്തുവരുന്നത്. കേരളത്തിലെ 3 പ്രമുഖ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഒന്നിച്ച് RSS വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘപരിവാറിന്റെ 100ാം വാർഷികം എന്ന ഔദ്യോഗിക പരിപാടിയിലാണ് കേരളത്തെ സ്തംഭിപ്പിച്ച ഈ കാഴ്ച അരങ്ങേറിയത്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഈ ചടങ്ങിൽ കാണികളുടെ മുൻനിരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചവരാണ് കേരളത്തിലെ 3 വിസിമാർ. കേരള യൂണിവേഴ്സിറ്റി വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, MG യൂണിവേഴ്സിറ്റി വിസി ഡോക്ടർ ഡി മാവൂത്ത്, മലയാളം സർവകലാശാല വിസി ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് സർവകലാശാലകളുടെ നിഷ്പക്ഷതയെ പൂർണ്ണമായി ചോദ്യം ചെയ്തുകൊണ്ട് ഈ സംഘപരിവാർ വേദിയിലെത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത ഈ സംഭവം പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനുമാണ് സംസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും ഗവർണറുടെയും അജണ്ടയുടെ ഇടനിലക്കാരായി വിസിമാർ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഭരണപക്ഷമായ UDF-നെയും പ്രതിപക്ഷമായ CPM-നെയൊക്കെ ഒരേ സ്വരത്തിൽ അവരെ ആഞ്ഞടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു ചടങ്ങിൽ പങ്കെടുത്തതല്ല എന്നും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായി RSS ശാഖകളാക്കി മാറ്റാനുള്ള ഗൂഢശ്രമങ്ങളുടെ പരസ്യമായ തെളിവുകളാണ് എന്നും ഇരു മുന്നണികളും ആരോപിക്കുന്നുണ്ട്. ഇതോടെ ക്യാമ്പസുകളും കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനിരിക്കുകയാണ്. വിസിമാരെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ് SFIയും KSUവും കടുത്ത സമരങ്ങളിലേക്ക് കടക്കാനും പോകുന്നത്. എന്നാൽ തങ്ങൾ ഒരു രാഷ്ട്രീയ പരിപാടിയിലല്ല പങ്കെടുത്തത് എന്നും ഒരു സാംസ്കാരിക സംഘടനയുടെ 100ാം വാർഷിക സെമിനാറിലേക്ക് ക്ഷണം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് എത്തിയത് എന്നുമാണ് വിസിമാരുടെ വിശദീകരണം. തങ്ങളുടെ അക്കാദമിക പദവികളെ രാഷ്ട്രീയ തലത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് വിസിമാർ വാദിക്കുന്നുണ്ട് എങ്കിലും കേരളീയ പൊതുസമൂഹം ഈ വിശദീകരണം മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിസിമാരുടെ ഈ RSS വേദി പ്രവേശനം വരും ദിവസങ്ങളിൽ കടുത്ത രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ വി ഡി സതീശനോടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ റോജി എം ജോണിനോടും സദാസമയവും കണ്ണു തുറന്നും കാതു തുറന്നും ഇരിക്കാൻ പറയേണ്ടിയും വരുന്നത്.